ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർ കട്ടപ്പുറത്തായിരിക്കും, ചില ആൾക്കാർ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. എനിക്കറിയാം ഭൂരിഭാഗം ആൾക്കാരും മോഡൽ എക്സാം നല്ല എളുപ്പമാണ് എന്നും പറഞ്ഞിട്ട് രണ്ട് മൈൻഡിലിരിക്കുന്ന ആൾക്കാരുണ്ട്. മോഡൽ എക്സാം എളുപ്പമാണ് സാറേ, അതുകൊണ്ട് ഫൈനൽ എക്സാം ടഫ് ആവുമോ, ആ ഒരു പേടിയിൽ ഇരുന്ന് പഠിക്കുന്നവർ. അടുത്ത ആൾക്കാർ മോഡൽ എക്സാം വളരെ കാമായിരുന്നു, വളരെ എളുപ്പമായിരുന്നു, അതുകൊണ്ട് ഇനി ഫൈനൽ എക്സാം അതുപോലെ തന്നെ ആയിരിക്കും, നമുക്കിനി എന്ത് കളിച്ചാലും പ്രശ്നമില്ല സാറേ, അതൊന്നും കുഴപ്പമില്ല, ആ ഒരു നെവർ മൈൻഡിലിരിക്കുന്ന ആൾക്കാർ. ഈ രണ്ടാൾക്കാരോടാണ് എനിക്ക് ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ അവസാനം വരെ കാണാം. പിന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടി ഉണ്ടാവരുത്. നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ മാരത്തോണുകളും ക്ലാസ്സുകളും റെക്കോർഡ് കോണ്ടന്റും പഠിക്കാനുള്ള ടിപ്സും ട്രിക്സ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് എനിക്ക് മോഡൽ എക്സാമിൻ്റെ ഒരു അനാലിസിസ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അതിന് ഉത്തരം അത് ഈസി ആയിരുന്നു എന്നത് തന്നെയാണ് ആദ്യത്തേത്. വളരെ ഈസി ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് മുന്നേ പരിചയമുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ആകെ നമുക്ക് ഫൈനൽ എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാമിൻ്റെ രീതിയിൽ ഒരു മാറ്റം വന്നത് തേർഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ നിന്ന് നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റും അതുപോലെ ഡിപ്പെൻഡൻസ് റേഷ്യോ. അപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ഇനി അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമോ ഒരു പേടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പൊതുവേ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ എക്സാം എളുപ്പമാണ്, ഫൈനൽ എക്സാം ടഫ് ആയിരിക്കും. അപ്പോൾ ഫൈനൽ എക്സാം ആർക്കാ ടഫ് എന്ന് അറിയോ? ഈ മോഡൽ എക്സാം എളുപ്പമാണ്, എന്നാൽ ഇനി ഒന്നും പഠിക്കേണ്ട, ഫൈനൽ എക്സാം അതുപോലെ എളുപ്പമായിരിക്കും എന്നും പറഞ്ഞിട്ട് ഒരു കഥയില്ലാണ്ട് നടക്കുന്നവർക്ക് എന്തായാലും ഫൈനൽ എക്സാം ടഫ് ആയിരിക്കും. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫൈനൽ എക്സാം ടഫ് തന്നെ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക്. അല്ലാതെ മോഡലിന് എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത് അതിനേക്കാളും ഇൻറ്റൻസീവ് ആയിട്ട് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ എക്സാം പുഷ്പം പോലെ പാട്ടും പണി ചെയ്യാൻ പറ്റും, A+ നേടി പോകാൻ പറ്റും. അതിലൊരു സംശയം വേണ്ട. കാരണം നമുക്ക് ഒരു ദിവസം 2 പരീക്ഷയില്ല, ഒരു പരീക്ഷയുള്ളൂ, വേണ്ടത്ര ലീവുകളുണ്ട്, ഓഫ് ഡേയ്സ് ഉണ്ട്, പഠിക്കാൻ സ്റ്റഡി ടൈം ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും, സംശയിക്കേണ്ട. അപ്പം നമുക്ക് ഈ വരുന്ന 28-ാം തീയതി നമ്മുടെ SLCയുടെ മൊത്തം ഷെഡ്യൂൾ നിങ്ങൾക്ക് കിട്ടും. എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് ലൈവുകൾ വരുന്നത്, മോർണിംഗ് ലൈവ് ഉണ്ടോ, ഈവനിങ് ലൈവ് ഉണ്ടോ, ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. കോണ്ടന്റ് വീഡിയോസ് എങ്ങനെ വരും, എങ്ങനെയാണ് ഇനി എക്സാം ടൈമിൽ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, എവറിത്തിങ് എല്ലാ സാധനവും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ 28-ാം തീയതി ടൈം മറക്കണ്ട. 28-ാം തീയതി നമ്മുടെ ഈ ഫെബ്രുവരിയിലെ അവസാനത്തെ ഡേ. ഓക്കെ, യെസ്, രാത്രി 7 മണിക്ക് നിങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവസാനമായിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്ന് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ ലൈവ്. അപ്പോൾ എനിവേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മോഡൽ എക്സാമിന്റെ മാർക്ക് കണ്ട് കിളി പോയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്തിരിക്കണം, പഠിക്കാനുള്ള പണി നന്നായിട്ട് ചെയ്യുക, അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മോഡൽ എളുപ്പമാണ്, ഫൈനൽ ടഫ് ആവും. അത് എളുപ്പമാണെന്ന് വിചാരിക്കുന്നവർക്ക് എന്തായാലും ടഫ് തന്നെയാണ്. അല്ലാതെ മോഡൽ എക്സാം എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു കിട്ടി, അതുപോലെ ഫൈനൽ എക്സാമും ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു 15 ചാപ്റ്റേഴ്സ്, 6 ചാപ്റ്റേഴ്സ് ഓൾറെഡി ഒഴിവാക്കി തന്നിട്ടുണ്ട്. ആ 15 ചാപ്റ്റേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് ഒന്നുപോലും വിടാതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 80-ൽ 80 നേടി പാട്ടും പാടി A+ നേടാൻ പറ്റും സോഷ്യൽ. ഒരു സംശയം വേണ്ട. അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഞാനും അജ്സൽ സാറും യദു സാറും കൂടെ ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും ഞാൻ പറയാണ്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. 28-ാം തീയതി രാത്രി 7 മണിയുടെ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാന്റെ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. അപ്പോൾ സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, ഉഴപ്പാൻ നിൽക്കണ്ട, റിവിഷൻ നടത്തിക്കോളൂ. ഇനി സോഷ്യൽ സയൻസിന്റെ റിവിഷൻ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യണം കേട്ടോ. റിവിഷൻ പ്ലാൻ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് വീണ്ടും ചെയ്തു തരും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ എനിവേ ഇപ്പം ഞാൻ പോകുന്നു. താങ്ക് യു, ടാറ്റാ, ബൈ.